മാൽഡീവ്സിൽ നിന്ന് 3rd ഡേ ആണ്. ഞങ്ങളിതാ രാവിലെ തന്നെ ഇപ്പോൾ ഇവിടെ എത്ര 7 മണിയായിരിക്കും അല്ലേ? 7 മണിയായിരിക്കും. ഞങ്ങളിതാന്ന് ഇറങ്ങി പുറത്തോട്ടൊക്കെ പോവുകയാണ്. ജസ്റ്റ് വെറുതെ ഒന്ന് നടക്കിറങ്ങി. ഇനി പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്. ജസ്റ്റ് ഒന്ന് നടക്കിറങ്ങി കാണാം. നമ്മുടെ നാട്ടിലൊക്കെ മള്ളിക്കൂടെ നടക്കും ഫുൾ മണലല്ലേ ബീച്ച് എന്ന് പറയുമ്പോൾ. ഇത് മൊത്തം പവിഴപ്പുറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ഇത് കണ്ടോ, ഇതൊരു ജീവിയാണ് കേട്ടോ. ഞാൻ ഇതിന് നല്ല ഇതിൻ്റെ ഭയങ്കര ഭംഗി കണ്ടു. ഇത് നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു വൈറ്റ് കളർ ഷെല്ല് മാത്രമേ നമുക്ക് കാണാൻ, അല്ലെങ്കിൽ പല ഇതിന് പെട്ടെന്ന് നമ്മൾ കയ്യിലോട്ട് എടുക്കുമ്പോൾ അനങ്ങുമ്പോൾ തോന്നുമ്പോൾ നമുക്കിത് കടിക്കുമെന്നും അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് തറയിട്ടോ. പിന്നെയാണ് ഞങ്ങൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നിറയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഭംഗിയുള്ള പവിഴപ്പുറ്റല്ല എന്ത് പറയും, ഇത് കുറേ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ജീവി നിറച്ച് ഓടി നടക്കുമായിരുന്നു അവിടെ. ഞങ്ങളിവിടെ ഞണ്ട് കാണാൻ പറ്റില്ല, അതുപോലെയായിരുന്നു അവിടെ. അപ്പം അതിനുശേഷം ഞാൻ ഫോട്ടോ എടുക്കാൻ അത്ര പാടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കുറേ നേരം ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പബ്ലിക് ജിമ്മോ ഇതിനെന്ത് പറയുന്നത്, ജിമ്മൊന്നും അല്ല കേട്ടോ. അവിടെ പാർക്കുണ്ട്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഹായ് ഗൈസ്, ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അത്രയ്ക്ക് വെയിലൊന്നും ഇല്ലല്ലോ, രാവിലെ ആയതുകൊണ്ട് വെയിലില്ല. ഇതുപോലുള്ള സാധനങ്ങൾ ഇവിടെ ഒത്തിരി എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നത്. ഞങ്ങൾക്ക് കറക്റ്റ് 9:30 മുന്നേ 9:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് റെഡിയായി നിൽക്കണം. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോകണം. 9:30 മുന്നേ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാനും തോന്നില്ല. കാരണം രാവിലെ ഭയങ്കര രസമാണ് ഇങ്ങനെ ബീച്ചൊക്കെ കണ്ടൊക്കെ ഇരിക്കാനായിട്ട്. പിന്നെ അതിനുശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, റെഡിയായി ഞങ്ങൾക്ക് പോകണം. പിന്നെ ഈ വീട്ടിലൊരിതുണ്ട്, ഞങ്ങൾ വോയിസ് ഓവർ ഉണ്ട്. വോയിസ് ഓവർ കൊണ്ട് അപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ മിക്സായിട്ടായിരിക്കും വീഡിയോ വരുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ രാവിലെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസാണ്. ഭയങ്കര രസമാണ്. ഞങ്ങൾ മാത്രം ഇങ്ങനെ അടുത്തേക്ക് നടന്ന് തിരിഞ്ഞ് കുറേയൊക്കെ കണ്ടു കേട്ടോ. അവിടെ ഞങ്ങൾക്ക് സമയമില്ലാത്തത് ഭയങ്കര നമുക്ക് അത്രയ്ക്കും ഷെഡ്യൂളൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു തന്നെ പറയാം. പക്ഷേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പോവുകയാണ് അടുത്ത്. അതിനുശേഷം ഞങ്ങൾ റെഡി. ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല, കാരണം അത്രയ്ക്ക് എല്ലാം നിറയെ കാര്യങ്ങൾക്ക് ചെയ്യുക. ഞങ്ങളെല്ലാം ഓടി നടന്നാണ് കാണുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഇതിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടില്ല, കാരണം എനിക്കിത് കൊത്തു പിടിക്കുമെന്നൊക്കെ കൊത്തോ എന്തെങ്കിലും ചെയ്യുമെന്ന് പേടിയാണ്. പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന്. പക്ഷേ ഇച്ചിരി പോയി കണ്ണ് വെച്ച് കൊടുക്കല്ലേ. ഞങ്ങൾക്ക് മാൽദീവ്സിൽ നിൽക്കുന്നത് അവിടെ നിൽക്കാനാണ് തോന്നിയത്. പക്ഷേ നമ്മൾ തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് വരെ എടുത്തിട്ടാണല്ലോ പോയത്. അവിടെ നമുക്ക് തിരിച്ച് വന്നേ പറ്റും, അല്ലാതെ ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ ആക്ടിവിറ്റീസിനോട് പോയി. ഞാൻ പറഞ്ഞു ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ടൈം 1 മണിയാണ് കേട്ടോ അവർ പറഞ്ഞത്. രാവിലത്തെ ഇതെല്ലാം സ്ലോട്ടെല്ലാം ബുക്കായിട്ടുണ്ട്. അങ്ങനെയൊക്കെ 1 മണിയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ടൈം ഇപ്പോൾ 9:30 ഫുഡ് കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. പക്ഷേ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങളൊരു പിന്നെ ഒരു 10:30 മുതൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആ ഒരു ടൈം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈം മൊത്തം ഞങ്ങൾ മാൽദീവ്സ് ഞങ്ങൾ കാണാത്ത ആ ഒരു ഐലൻഡിൻ്റെ ബാക്കി പ്ലേസിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ ആ ടൈം. എന്നിട്ട് പോലും സമയം നമ്മൾ ചെയ്യുമോ പിന്നെ ഒരു 3 മണിക്കൂറുണ്ടല്ലോ, 3-4 മണിക്കൂർ എന്ത് ചെയ്യുമെന്നിരുന്നു. പക്ഷേ സത്യമേ നമുക്ക് ആ സമയം തിരഞ്ഞില്ലെന്ന് തന്നെ പറയാം. ഞങ്ങൾ അവിടുത്തെ ജയിലിൻ്റെ അകത്ത് കയറാൻ പറ്റുന്നത് അങ്ങനെ എല്ലാം കൊണ്ട് ജയിൽ കൊണ്ട് സ്കൂൾ കൊണ്ട് അതും ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാ സ്ഥലവും വിസിറ്റ്. പക്ഷേ ഇനിയും ഉണ്ട്. നമ്മുടെ അടുത്ത് ഗ്രാമത്തിലൊക്കെ നടന്ന് കാണുമ്പോൾ അവിടെയും ഭയങ്കര രസമായിരുന്നു ഓരോ കാര്യങ്ങൾ നടന്ന് കാണാനായിട്ട്. പക്ഷെ അവിടെയും നമുക്ക് സമയം കുറവായിരുന്നു, കാരണം പിന്നെയും നമുക്ക് തിരിച്ച് വരണം, അടുത്ത ആക്ടിവിറ്റീസ് ചെയ്യാൻ. ട്രിപ്പ് തന്നെ ഏറ്റവും നല്ലൊരു കാര്യം ഇത്. നിങ്ങൾക്ക് ഒരു നേരം ബോറടിച്ചില്ല, പിന്നെ ഇതെല്ലാം ചെയ്ത് ക്ഷീണിച്ചിട്ടുമില്ല, കാരണം അത്രയും നല്ല രസമായിരുന്നു.
അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് 1 മണിക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിടത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നു, ആ ഒരു കപ്പിളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു ഫോറിനറും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരാണ് പോയത്. ഫസ്റ്റ് ഞങ്ങൾക്ക് തന്നെ കയറുമ്പോൾ എനിക്ക് എല്ലാ കാര്യത്തിനും ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. നല്ല പേടിച്ചിട്ടാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഞങ്ങൾ കയറി മുന്നേ ഞങ്ങൾ വെയിറ്റൊക്കെ ചോദിക്കും. എന്നിട്ട് ആ ഒരു സംഭവത്തിൽ നമ്മൾ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് പറഞ്ഞു, അതിനുശേഷം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഇരിക്കണം. ഈ ചിരിച്ച മുഖമാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര പേടിയാണ്. കാരണം എനിക്ക് വെള്ളം പേടി, മൊത്തത്തിൽ ഈ ട്രിപ്പിലുള്ള എല്ലാ സംഭവവും പേടി. പക്ഷെ എൻജോയ് ചെയ്തോന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്, ഭയങ്കര അങ്ങേയറ്റം എൻജോയ് ചെയ്തു. പിന്നെ അത് പതുക്കെ പൊങ്ങാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഉള്ളിലൊരു ചെറിയ പേടി തോന്നും. പക്ഷെ അങ്ങോട്ട് ഇച്ച എപ്പോഴും നമ്മൾ വെള്ളത്തിലിറങ്ങിയപ്പോൾ ഇച്ചനെ ഭയങ്കര സേഫാക്കിയാണ് വെച്ചത്. അതുപോലെ ഇച്ചനെ ഭയങ്കര സേഫ്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം കണ്ണടച്ചിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ ഇച്ചനെ ഭയങ്കര കംഫർട്ടാക്കി സേഫാക്കി വെച്ചതുപോലെ. കാരണം ഓരോന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ഭയങ്കര സേഫായിരുന്നു എനിക്കും പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇച്ചിരി ഹൈറ്റിലൂടെ എന്നാലും ജസ്റ്റ് ഇതൊന്ന് ഹൈറ്റിലായപ്പോൾ ഞാൻ കണ്ണൊക്കെ തന്നു പിന്നെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. കാരണം ചുറ്റും കാണുന്നതെന്ന് ഒട്ടും പറഞ്ഞത്. കാരണം നമ്മളിങ്ങനെ ആകാശത്തിൻ്റെയും കടലിൻ്റെയും ഒക്കെ ഇടയിലായിട്ട് ഇങ്ങനെ പറന്ന് ഒരു ഫ്രീ ബേർഡിനെ പോലെ ഫ്ലൈ ചെയ്ത് പോവുക ഭയങ്കര രസമാണ് കേട്ടോ. ഇതൊക്കെ പാരാസൈലിങ്ങൊക്കെ ഒരു വട്ടം എവിടെയെങ്കിലും ചെയ്യണം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് കോവളത്തുണ്ട്. പക്ഷെ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഞങ്ങളെ പൊക്കി ഇങ്ങനെ എടുക്കും, ഉടൻ താഴ്ക്കും. അതിനേക്കാൾ ഇതൊക്കെ ഭയങ്കര സംഭവം. പക്ഷെ അതും നല്ല റേറ്റിലാണ്. പക്ഷെ ഇതിനൊന്നും പറയാനില്ല. ഇത് ഞങ്ങൾ ആ മുകളിൽ നിന്നിട്ടുള്ള ഇതാണ് കേട്ടോ, വ്യൂ ആണ്. എന്ത് രസമെന്നറിയാമോ. പക്ഷേ എനിക്ക് നല്ല ചൂടുള്ള നല്ല ഉച്ച സമയത്തുണ്ടെങ്കിൽ ഞങ്ങൾ ഫേസ് അത്രയും ക്ലിയർ ആയില്ല. പക്ഷെ ഞങ്ങൾ കണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും കണ്ണിലുണ്ട് ആ കാര്യങ്ങൾ. അത്രയ്ക്ക് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റും. അത്രയും വൈബാണ് കേട്ടോ. താഴോട്ട് നോക്കുമ്പോൾ അവിടുത്തെ വെള്ളമൊക്കെ പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഡീപ്പായിട്ടുള്ള പ്ലേസ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. അങ്ങോട്ടൊരു ഭാഗം ഭയങ്കര ലൈറ്റ് കളർ. അതൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ വല്ലാത്ത രസമാണ് കേട്ടോ. പിന്നെ കോറൽസൊക്കെ ഉള്ള സ്ഥലം നമുക്ക് ഓരോന്നും പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ മുകളിൽ പോയി നിന്നിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം പാരാസൈലിങ് ഇതിപ്പോൾ കടലിൽ പുറത്തപ്പോൾ എനിക്ക് അത് ചെയ്തതിന് ശേഷം പല രീതിക്കുള്ളത് ഇപ്പം അല്ലാതെ കുറേ ഉണ്ടല്ലോ. നമ്മൾ ഈ റിവറിൻ്റെ മുകളിൽ കൂടെ പോകുന്നു, അല്ലെങ്കിൽ കാരണം വാട്ടർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്കിനി വേറെ കുറേ ടൈപ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം അപ്പോൾ ഉണ്ടായി തുടങ്ങി. പിന്നെ ആ ടൈം എന്താ പറയുക, എനിക്കത് എന്തുകൊണ്ടോ എല്ലാവരും മതിമറന്ന് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞേ പിന്നെ ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയിൽ നിന്ന് കാര്യം പറയുന്നതിനേക്കാളും പറന്ന് നടന്ന് കാര്യം പറയാനുള്ളത് ഇതിലായിരുന്നു. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ ആകാശത്തൂടെ പറന്ന് നടന്ന് ഏകദേശം എനിക്ക് 20 to 30 മിനിറ്റ്സ് ഇത്രയും നേരം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കരയിലോട്ടില്ല ബോട്ടിലോട്ട് ലാൻഡ് ചെയ്യുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. ഇതിനുശേഷം ഞങ്ങൾ പിന്നെ ഞങ്ങൾ ആക്ടിവിറ്റീസിലോട്ടാണ് പോയത്. എനിക്കൊന്ന് അടുത്തതൊന്ന് ബമ്പർ റൈഡാണെന്ന് തോന്നുന്നത്. അടുത്ത ബമ്പർ റൈഡാണ് കേട്ടോ ചെയ്തത്. ഇതാണ് ബമ്പർ റൈഡിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ഈ ഒരു ബമ്പർ റൈഡ് ഒരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. കാരണം ഇത് ഞങ്ങൾക്ക് മുന്നേ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിയും ചേട്ടനും കയറിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ട് ഞങ്ങൾ പേടിച്ചു. കാരണം ഇത് പോകുന്ന പോക്ക് കാണുമ്പോഴേ അറിയാം ഞങ്ങളെ കൊല്ലാൻ കൊണ്ട് പോകുമ്പോഴാണ്. അത്രയ്ക്കൊരു സംഭവമാണിത്. ഇപ്പം ഫ്രണ്ടിൽ നിന്ന് നമ്മളെ ഈ ഒരു ബൈക്കുകൾ സംഭവം ഇല്ലേ, അത് അവർ ഓടിച്ചിട്ട് പോകും. ഞങ്ങളിതിൽ ടൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം പോകുന്നത്. കടലിൻ്റെ അകത്തോട്ടൊക്കെ എത്തുമ്പോൾ എൻ്റെ ദൈവമേ, നമുക്കത് ഇരിക്കുകയല്ല, നമ്മൾ തുള്ളിച്ചാടും പോലെ തോന്നും. ഒരു
ബമ്പർ റൈഡിനെ പറ്റി പറയാതെ ഈ പൊന്നെ പോണ പോക്ക് കാണുമ്പോഴേ അറിയാം നമ്മളെ എൻ്റെ അമ്മ നമ്മളെ ഈ സത്യം കൊല്ലാനല്ല വേറെ എന്തിനാ കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നമ്മൾ ഫുള്ള് ഇടിച്ച് നമ്മൾ ദേഹം നോക്കിയിട്ട് കാരണം ഞങ്ങൾക്ക് അതിൽ ഇങ്ങനെ പിടിച്ചിരിക്കണമല്ലോ അത് പറ്റത്തില്ല കാരണം തിരയൊക്കെ വന്നിട്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് അതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് ആ ചേച്ചിയും ചേട്ടൻ പറഞ്ഞു നല്ലതായിട്ട് ദേഹം വേണ്ടി പിടിച്ചിട്ട് തിരിച്ച് വീഴും പിന്നെ അവരുടെ കരയെ വിളിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്ന് കരയാണോ വിളിക്കുകയാണോ ഞാൻ നിൽക്കാൻ അത്രയ്ക്ക് ഇതായി പോകും കേട്ടോ. പക്ഷെ ഞങ്ങൾ ഫുൾ പോകും പറഞ്ഞാൽ ഞങ്ങൾ ഒരിടത്ത് നിർത്താനോ തിരിച്ചു വന്നോ ഒന്നും പറഞ്ഞാൽ അത്രയ്ക്ക് എൻജോയ് ചെയ്തു. പക്ഷേ എൻജോയ് ചെയ്ത് ഒത്തിരി മനസ്സമാധാനമായിട്ട് എൻജോയ് ചെയ്ത് ഒത്തിരി പേടിച്ചാണ് എൻജോയ് ചെയ്തത്. അങ്ങനെ എന്ത് പറയാൻ അത്രയ്ക്ക് സ്പീഡിലല്ലേ പോകുന്നത് ഭയങ്കര രസമാണ്. പക്ഷേ ഇതിൻ്റെ ഞങ്ങൾക്ക് അല്ലാത്തൊരു വീഡിയോ കിട്ടിയില്ല കേട്ടോ പോകുന്നത്. പക്ഷേ ഒരു ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാരാസൈറ്റിങ് ഇഷ്ടപ്പെട്ടു, ജെറ്റ് സ്കീയിൽ കയറിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും എനിക്ക് ബമ്പർ റൈഡ് ജെറ്റ് സ്കീ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സംഭവം ബമ്പർ റൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ജെറ്റ് സ്കീയിൽ പോയതെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ജെറ്റ് സ്കീനേക്കാളും ബമ്പർ റൈഡ് ഇഷ്ടം. കാരണം അത്രയ്ക്ക് ഇതാണ് എന്തോന്നാ ഒരു വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ അത്. പിന്നെ ഇവിടെ ഞാൻ ജെറ്റ് സ്കീ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ജെറ്റ് സ്കീയിൽ കയറി. ജെറ്റ് സ്കീയിൽ ഞങ്ങളാണ് കേട്ടോ ആദ്യം കയറിയത്. അവർ രണ്ടാമത് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന അവർ രണ്ടാമതാണ് ഞങ്ങൾ കയറിയിട്ടാണ് അവർ അതിൽ കയറിയത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ പോകണം. ഇത് പിന്നെ നമ്മൾ റോഡിൽ കൂടെയൊക്കെ ബൈക്ക് ഓടിച്ച് നടക്കുന്ന നമ്മളിപ്പോൾ കടലിൽ കൂടെ പോവുകയാണ്. ഇതിൽ എനിക്ക് നീന്താൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വണ്ടി ഓട്ടിക്കാൻ തരാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഇച്ചയ്ക്ക് കൊടുക്കാൻ എനിക്ക് പുറകിരുന്നാൽ മതി. പക്ഷേ എനിക്ക് നീന്താൻ അറിയത്തില്ല. അതുകൊണ്ട് 2 പേര് നീന്തൽ പഠിച്ചിരിക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ ഈ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെ പുറകിൽ നമ്മളിങ്ങനെ ചെത്തിപ്പോവുകയാണ്. ഇതും ഭയങ്കര രസം. ഇതൊന്നും അത്രയ്ക്ക് പേടിക്കാൻ എന്നാലും ഭയങ്കര തിരയൊക്കെ വരുമ്പം ഇത് നല്ല ഹൈറ്റിൽ പൊങ്ങിപ്പോവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു നല്ലൊരു പേടി തോന്നും. പക്ഷെ അതൊന്നുമല്ല നമ്മളിപ്പോഴും പറയുന്ന ആ ഒരു ബമ്പർ റൈഡ് എന്ന് പറയുന്ന സംഭവം വല്ലാത്തൊരു എക്സ്പീരിയൻസ്. എന്നാലും ഒരു നേരം പോലും നമുക്ക് ഇരിക്കാൻ പറ്റും. കാരണം അത്രയും തുള്ളിച്ചാടിയാണ് അത് പോകുന്നത്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അതും എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യണം കേട്ടോ. ജെറ്റ് സ്കീയേക്കാളും ഞാൻ ബമ്പർ റൈഡ് പറയും ചെയ്യാൻ വേണ്ടി. അത് അത്രയ്ക്ക് രസം. നമ്മൾ തീരെ കുഞ്ഞു കുട്ടികൾ അങ്ങനെ അത്രയും സേഫായിട്ട് തോന്നും. ഇത്ര ഏജ്ഡ് ആയിട്ടുള്ളവരും ദേഹം വേദന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വല്ലായ്മയൊക്കെ ഉള്ളവരുണ്ടല്ലോ അവർക്കൊന്നും ഒരിക്കലും എനിക്ക് ബമ്പർ റൈഡ് അത്ര സേഫായിട്ട് തോന്നുന്നില്ല. കാരണം അത്ര കിടികളുണ്ട്. നമ്മുടെ സൈഡിൽ അതൊക്കെ പോകുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഇത് ജെറ്റ് സ്കീ ആയാലും അങ്ങനെ തന്നെ ഇങ്ങനെ നമ്മളെ 3ാമത്തെ ആക്ടിവിറ്റിയാണ്. കാരണം അടുത്തടുത്താണ് നമുക്കൊരു ഗ്യാപ്പും വരാതെ 1 മണിക്ക് തുടങ്ങിയ ആക്ടിവിറ്റി അങ്ങ് വൈകുന്നേരം വരെ കുറേ നേരം തന്നെ. അപ്പം രാവിലെ മൊത്തം ഭയങ്കര ഒരു എക്സ്പ്ലോറേഷനായിരുന്നു അവിടെ ആ ഒരു മാഫ്ഷി ഐലൻഡ് മൊത്തം. അതിന് ശേഷം ഇങ്ങനെ കടലും ആകാശത്തിന് കടലിന് ഇടയിലായിട്ടുള്ള കുറേ ജീവിതം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ചേട്ടൻ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ മിന്നി പൈച്ചൊക്കെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ജെറ്റ് സ്കീ കഴിഞ്ഞ് ഞങ്ങൾ 4th ആക്ടിവിറ്റി കയാക്കിംഗ് ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള എത്ര നേരം വേണം ഞങ്ങൾക്ക് കയാക്കിങ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ 2 പേരും അങ്ങനെ കുറേ നേരം അപ്പോൾ ഞങ്ങൾക്ക് ഇത്ര നല്ല ഈവനിങ് ആയി കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ വെയിലൊന്നുമില്ല. ഞങ്ങളങ്ങനെ കുറേ നേരം കയാക്കിങ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ രാവിലെ നടക്കാനൊക്കെ പോയപ്പോൾ തന്നെ ഒരു സൈഡിൽ ബീച്ച് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഇറക്കാനും കുളിക്കാനും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സംഭവം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അവരുമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ കുറേ നേരം ആ ഒരു ബീച്ചിലാണ് സ്പെൻഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു പിന്നെയും ശേഷം ഞങ്ങൾ ഇച്ചിരി നല്ല ഇരുട്ട് വീഴുന്നവരെയല്ല എന്നാലും കുറേ സമയം ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവരവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഒരു പബ്ലിക് ഷവർ വരെയുണ്ട്. ആ പബ്ലിക് ഷവറിൽ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ദേഹത്തുള്ള ആ ഒരു കടലിൻ്റെ ഇതൊക്കെ മണ്ണിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി റെഡിയായി. പിന്നെ അന്നത്തെ ഒരു റെസ്റ്റും ഇല്ല. പിന്നെ ഞങ്ങൾ നേരെ റെഡിയായിട്ട് അന്ന് നൈറ്റ് ഞങ്ങൾക്കൊരു പാർട്ടിക്ക് പോകാനുണ്ടായിരുന്നു. അത് അപ്പുറത്തൊരു ഷിപ്പിലാണ് ഇപ്പോൾ. അതിനുവേണ്ടി ഞങ്ങൾ ബോട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ 3rd ഡേ കഴിയണം. പാർട്ടിയെല്ലാം കഴിഞ്ഞ് സത്യം അന്നത്തെ ദിവസം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുള്ള് ചുറ്റി അടിച്ച് കറങ്ങി ഞങ്ങൾ 3rd ഡേ കഴിഞ്ഞ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്തതാണ്.